റഷ്യയുടെ കൈവശമുള്ള ഒരു മിസൈലാണ് R-37 എന്ന് പറയുന്നത്. ഈ R-37 എന്ന് പറയുന്നത് ലോകത്തിലെ ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലുകളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു മിസൈലാണ്. 400 കിലോമീറ്ററിന് മുകളിലാണ് ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത്. അതായത് എയർ ടു എയർ മിസൈലാണ്, അത് ലോങ് റേഞ്ചും കൂടിയാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പരമാവധി മാക് 6 വരെ വേഗത ഇതിന് കൈവരിക്കാൻ കഴിയും. ഈ ഒരു മിസൈല് നിലവില് MiG-31BM, Su-35, Su-57 എന്നിങ്ങനെയുള്ള എയർക്രാഫ്റ്റുകൾക്ക് സ്യൂട്ട് ആവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു മിസൈലാണ്. ലോകത്ത് US അടക്കമുള്ള രാജ്യങ്ങൾ ഭയപ്പെടുന്ന ഒരു മിസൈൽ കൂടിയാണ്. കാരണം ഇതിന് ബിയോണ്ട് വിഷ്വൽ റേഞ്ചിലുള്ള ടാർഗറ്റുകളെ പോലും തകർക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ട് ഈ റീഫ്യൂവൽ ചെയ്യുന്ന എയർക്രാഫ്റ്റുകൾ, സ്ട്രാറ്റജിക് ബോംബേഴ്സിനെയൊക്കെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസിനെയും തകർക്കാനായിട്ട് ഈ മിസൈലുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ എന്തുകൊണ്ട് ഈ മിസൈലിനെ കുറിച്ച് ഇവിടെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മിസൈല് ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ടുള്ള ഒരു ഓഫർ റഷ്യ നമുക്ക് നൽകിയിരിക്കുകയാണ്. വളരെ മേജറായിട്ടുള്ള ഒരു മൂവ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. റഷ്യൻ ആംസ് കമ്പനി ആയിട്ടുള്ള ROE ആണ് ഈ ഒരു ഓഫർ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. അവര് ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയോട് പറഞ്ഞത് നമുക്കൊന്നിച്ച് ഈ മിസൈല് ഇന്ത്യയിൽ നിർമ്മിക്കാമെന്നാണ്. യൂറേഷ്യൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ടെക്നോളജി ട്രാൻസ്ഫറും ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് സൂചന. ഒരു ലോക്കൽ പ്രൊഡക്ഷൻ നടത്താമെന്നുള്ള ഇങ്ങനൊരു ഓഫറുമായിട്ട് ഇവർ വരുന്നതിന് പല കാരണങ്ങളുണ്ടാകാം. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം, ഇപ്പോൾ ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ വളരെയധികം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പോർട്ടിങ്ങിലെ ഒരു കീ പ്ലെയർ ആയിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് ടെക്നോളജിയും തന്ന് ഈ മിസൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ടുള്ള ഒരു ഓഫറും കൂടി റഷ്യ തരുമ്പോൾ തീർച്ചയായിട്ടും ഈ മിസൈലുകൾ ഇന്ത്യ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്ന സമയത്ത് അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു ഷെയർ റഷ്യയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് കിട്ടുമെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സോ തീർച്ചയായിട്ടും അവർ മാത്രമല്ല, ഒരുപാട് റഷ്യൻ കമ്പനികൾ ഇന്ത്യയുമായിട്ട് സഹകരിച്ചുകൊണ്ട് സമാനമായ രീതിയിൽ ഇന്ത്യയിൽ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള താല്പര്യം അറിയിക്കുന്നുണ്ട്. അതിൽ നേരത്തെ Su-57 എന്ന് പറയുന്ന എയർക്രാഫ്റ്റും ഇന്ത്യയിൽ നിർമ്മിക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് റഷ്യ രംഗത്ത് വന്നിരുന്നു. ഈ ഒരു മിസൈലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് 2019 മുതൽ റഷ്യ ഉപയോഗിക്കുന്ന ഒരു മിസൈലാണ്. റഷ്യൻ എയറോസ്പേസ് ഫോഴ്സസ് വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്ന ഒരു മിസൈലാണ് R-37 എന്ന് പറയുന്ന ഒരു മിസൈല്. 510 കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം എന്ന് പറയുന്നത്. 4.06 മീറ്റർ അഥവാ 13.4 ഇഞ്ച് ലെങ്തും ഏകദേശം 15 ഇഞ്ച് അഥവാ 38 സെന്റിമീറ്റർ ഡയമീറ്ററും 72 സെന്റിമീറ്റർ വിങ് സ്പാനും അതോടൊപ്പം തന്നെ ഏതാണ്ട് 60 കിലോഗ്രാം സ്ഫോടക വസ്തുവും വഹിക്കാനുള്ള ശേഷി ഈ മിസൈലിനുണ്ട്. ഇതിന്റെ ഓപ്പറേഷണൽ റേഞ്ച് 150 മുതൽ 400 കിലോമീറ്ററിന് മുകളിൽ വരെ എത്തുന്നു എന്നുള്ളതും ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. അതായത് ഇതൊരു കിടിലൻ മിസൈലാണ്. മാത്രമല്ല എയർ ടു എയർ മിസൈലുകൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അതിൽ ലോങ് റേഞ്ച് മിസൈലുകൾ വളരെ കുറവാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മിസൈല് ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ടുള്ള ഒരു ഓഫർ റഷ്യ നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ചിലപ്പോൾ അത് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണിത്. റഷ്യയേക്കാൾ വളരെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇതിന്റെ പ്രൊഡക്ഷൻ നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഷ്യൻ കമ്പനികൾ ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്താനായിട്ട്. ഓൾറെഡി റഷ്യയ്ക്ക് ഒരുപാട് ഉപരോധങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് പല കമ്പനികൾക്കും അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ത്യയുമായിട്ട് ടൈപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ ഇവിടെ ഉണ്ടാക്കി ഇവിടെ നിന്ന് ഇന്ത്യ വിൽക്കുന്ന സമയത്ത് ഈ കമ്പനികൾക്കും കൂടി ഒരു ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു നീക്കങ്ങളുടെ പുറകിലെന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഇന്ത്യ റഷ്യ ഫ്യൂച്ചർ പദ്ധതികളെക്കുറിച്ച് നമുക്കറിയില്ല. എയർക്രാഫ്റ്റുകൾ വാങ്ങാനുള്ള പദ്ധതികളുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു മിസൈലുകൾ അത്തരം എയർക്രാഫ്റ്റുകൾക്ക് അനിവാര്യമാണ്. സോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഇങ്ങനൊരു ഓഫർ ഇന്ത്യക്ക് വന്നിരിക്കുന്നത് എന്നും നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഇക്കാര്യത്തിലുള്ള പ്രേക്ഷകരുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.